ഇപ്പോൾ കിട്ടിയ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസിന് തീപിടിച്ചു. തീപിടുത്തമുണ്ടായത് പറന്നുയർന്ന ഉടൻ വലതുവശത്തെ ചിറകിനടുത്ത എഞ്ചിനാണ് തീപിടിച്ചത്. അപകടത്തെ തുടർന്ന് വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തി. ടി വി പ്രസാദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ടി വി പ്രസാദ്, സാങ്കേതിക തകരാർ മൂലം ഇത്തരത്തിൽ അടിയന്തരമായി ലാൻഡിംഗ് നടത്തുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസുമായി ബന്ധപ്പെട്ട തുടർക്കഥയായിരിക്കുകയാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? എന്തെങ്കിലും തരത്തിൽ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? അൻസു, ഗുരുതരമായ സംഭവമാണ് നടന്നിരിക്കുന്നത്. ബംഗളൂരു എയർപോർട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ചിറകിനടിയിലാണ് തീപിടുത്തം യാത്രക്കാർ കണ്ടത്. അത് എഞ്ചിന്റെ ഭാഗമാണ് എന്നാണ് പ്രാഥമികമായുള്ള വിശദീകരണം. തീ കണ്ട ഉടൻ തന്നെ യാത്രക്കാർ ബഹളം വെക്കുകയും കൂട്ടത്തോടെ ബഹളം വെച്ചതിന് പിന്നാലെ ആ വിമാന അധികൃതരുടെ ശ്രദ്ധയിൽ തീപിടുകയും അപ്പോൾ തന്നെ അടിയന്തര ലാൻഡിംഗ് നടത്തുകയുമായിരുന്നു. വിമാനം ഏതാണ്ട് പൂർണ്ണ നിലയിലേക്ക് പറന്നുയർന്ന് ആ സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെടുന്നതും അപ്പോൾ തന്നെ യാത്രക്കാർ കൂട്ടത്തോടെ നിലവിളിക്കുകയും ചെയ്തത്. നിലവിളിച്ചതിന് പിന്നാലെ അടിയന്തര ലാൻഡിംഗ് നടത്തുകയും ചെയ്തു. ബംഗളൂരു എയർപോർട്ടിന്റെ തന്നെ മറ്റൊരു ഭാഗത്ത് റൺവേയുടെ മറ്റൊരു ഭാഗത്തേക്ക് വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തി എന്നാണ് വിമാനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാരൻ അല്പസമയം മുമ്പ് എന്നോട് സംസാരിച്ചത്. ആ യാത്രക്കാരൻ അല്പസമയം മുമ്പ് തന്നെ നമുക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹൈക്കോടതി അഭിഭാഷകനാണ്. വലിയ നിലവിളിയായിരുന്നു വിമാനത്തിൽ എന്നാണ് യാത്രക്കാരൻ പറഞ്ഞത്. ഇത് സംഭവിച്ചിട്ട് അല്പസമയമായില്ല. അതായത് വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ആളുകളെ വളരെ പെട്ടെന്ന് ഇറക്കി ബസ്സിൽ വിമാനത്താവളത്തിനകത്തേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് നമ്മളോട് സംസാരിച്ചത്. ആ വിമാനം കത്തുന്നതിന്റെ ചിറകിനടിയിലുള്ള തീയുടെ വിഷ്വലും നമുക്ക് കാണാവുന്നതാണ്. എന്തായാലും ഗുരുതരമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് ഉണ്ടായത് എന്നത് സംബന്ധിച്ച് ഒരു നിശ്ചയവുമില്ല. ഒരു വലിയ രീതിയിലുള്ള ഒരു അപകടവും ഉണ്ടായില്ല. പക്ഷേ സംഭവത്തിൽ ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രായമായവർക്കൊക്കെ കുറച്ച് കാര്യമായ പരിക്കുണ്ട് എന്നാണ് ഈ യാത്രക്കാരൻ നമ്മളോട് വിശദീകരിച്ചിട്ടുള്ളത്. എന്തായാലും അതീവ ഗുരുതരമായ സംഭവം. വളരെ പെട്ടെന്ന് യാത്രക്കാർ നിലവിളിച്ച് വിമാന അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് കൊണ്ടാകാം വളരെ പെട്ടെന്ന് തന്നെ അടിയന്തര ലാൻഡിംഗ് നടത്താനും വലിയൊരു അപകടം ഒഴിവാക്കാനും കഴിഞ്ഞത്. എങ്ങനെ ഏത് സാഹചര്യത്തിലാണ് തീപിടിച്ചത് എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. എന്തായാലും അല്പസമയം മുമ്പാണ് സംഭവം നടന്നിരിക്കുന്നത്. തീർച്ചയായും അതിന്റെ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിന്റെ ഒരു ഭീകരത മനസ്സിലാകും. ഇനി എന്താണ് ഇതിന്റെ കാരണം എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും യാത്രക്കാർ കൂട്ടത്തോടെ ബഹളം വെച്ച സമയത്ത് തന്നെ അപ്പോൾ തന്നെ അടിയന്തര ലാൻഡിംഗ് നടത്തുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഒരു സാധനവും എടുക്കാതെ, കയ്യിലുള്ളതൊന്നും എടുക്കാതെ തന്നെ യാത്രക്കാർ കൂട്ടത്തോടെ വിമാനം നിർത്തിയ ഉടൻ തന്നെ താഴേക്ക് ചാടുകയായിരുന്നു എന്നാണ് ഇത്തരത്തിൽ യാത്രക്കാർ വിമാനം നിർത്തിയ ഉടനെ താഴേക്ക് ചാടി എന്ന് പറയുന്നു. ചിലർക്ക് പരിക്കേറ്റു എന്ന് പറയുന്നു. ഈ തീ പിടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പരിക്കുകളാണോ അതോ മറ്റെന്തെങ്കിലും സാഹചര്യത്തിലുള്ള പരിക്കുകളാണോ? ഇവർക്ക് അടിയന്തര ചികിത്സാ സഹായങ്ങൾ അടക്കം നൽകിയിട്ടുണ്ടെന്നാണ് കരുതുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്താണ്? അൻസു, അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് അവിടെ വിമാനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാരൻ പറഞ്ഞ വിവരമാണ്. ആ വിമാനത്തിലുള്ള യാത്രക്കാരൻ നമുക്ക് കൈമാറിയ ദൃശ്യങ്ങളും അല്പസമയത്തിനകം കാണിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അല്പസമയം മുമ്പാണ് ഇങ്ങനെയൊരു വിവരം നമുക്ക് കിട്ടുന്നതും അതുപോലെ തന്നെ അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് കിട്ടുന്നതും. ഹൈക്കോടതി അഭിഭാഷകനായ യാത്രക്കാരനെയും നമുക്ക് അല്പസമയത്തിനകം തന്നെ ബന്ധപ്പെടാൻ കഴിയും എന്നാണ് വിചാരിക്കുന്നത് തത്സമയം തന്നെ. എന്തായാലും ഒരു വലിയ ദുരന്തമാണ് ഒഴിവായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ തന്നെ ഞാൻ ടി വി പ്രസാദിലേക്ക് മടങ്ങിയെത്താം.